രഞ്ജിത്ത് എന്നൊരു പ്രേക്ഷകൻ മേലുകാവിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഈ വിഷയം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും എന്ന് കരുതാനാകുമോ? ഇത് ഇപ്പൊ തന്നെ അവസാനിച്ചിട്ടുണ്ടോ? എന്നാന്ന് ചോദിച്ചാല് കോൺഗ്രസ് പിണറായിയുടെ ആദ്യ സർക്കാർ വന്നപ്പോ മുതൽ ചുമ്മാ അത് ഓരോ പൊട്ട വർത്താനങ്ങൾ പറഞ്ഞ് വി.ഡി. സതീശനും കഴിഞ്ഞ വർഷത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പിന്നെ DCC KPCC പ്രസിഡന്റും ഇമാര് ചുമ്മാ ഓരോ കഥ പറയും. ആ കഥ കഴിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് വിട്ടു പോവാ. പിന്നെ അതിന്റെ പുറകെ ഇല്ല ഇവര്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന ബാറിന്റെ ഈ വിളിച്ച ആളെന്ന് പറഞ്ഞാല് അദ്ദേഹം ഈ ബാറിന്റെ ഉടമസ്ഥന് ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയാം. ഈ മേലുകാർക്ക് തൊടുപുഴ ഇടുക്കിയുള്ളവർക്ക് അറിയാം. ആ പുള്ളി ഇപ്പം ഒരു തൂങ്ങിച്ചാകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാ. അവൻ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്ത് പറയും. ഈ സർക്കാരിനെ എങ്ങനെ താറടിച്ച് കാണിക്കണം? സർക്കാർ എന്ത് ചെയ്താലും ആ സർക്കാരിന് എത്ര പാവങ്ങൾക്ക് വീട് പണിത് കൊടുക്കുന്നുണ്ട്, ഇവിടെ എത്ര പേർക്ക് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. ഇവിടെ താറുന്ന ഈ മദ്യനയത്തെ കുറിച്ച് ഒരു ഇതില്ലെന്ന് ഇപ്പം ഗോവിന്ദമാഷ് പറഞ്ഞു. എന്നാലും മാധ്യമങ്ങൾ അതിന് വിടുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ശ്രീ രഞ്ജിത്തിനോട് ഞാനൊരു കാര്യം രഞ്ജിത്തിനോട് അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ MV ഗോവിന്ദൻ ശ്രീ രഞ്ജിത്ത് ഒന്ന് കേൾക്കൂ. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ വാക്കുകൾ ശ്രീ രഞ്ജിത്ത് മാധ്യമങ്ങളിലൂടെ അല്ലേ കേട്ടത്? അപ്പൊ എല്ലാവരും പറയുന്നത് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ കേട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് വന്നു, പിന്നെ അതിന് പുറകെ പോകുന്നില്ലോ. അങ്ങനെയല്ല ശ്രീ രഞ്ജിത്ത്, നിങ്ങൾ ഒരു മിനിറ്റ് ശ്രീ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ് ശ്രീ രഞ്ജിത്ത്, അതൊന്നും എനിക്ക് പിണറായി സർക്കാരിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല. ശ്രീ രഞ്ജിത്ത് ഒരു മിനിറ്റ് കേൾക്കോ? ഒരു മിനിറ്റ് കേൾക്കോ? മാധ്യമങ്ങൾ എന്ത് കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലായി. പ്രതിപക്ഷ ഒരു മിനിറ്റ് ശ്രീ രഞ്ജിത്ത് ഒരു മിനിറ്റ് കേൾക്കൂ. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് ഞങ്ങൾ വാർത്ത കൊടുക്കേണ്ടതെന്നാണോ രഞ്ജിത്ത് പറയുന്നത്? അത് അതേസമയം CPM സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവും ഞങ്ങൾ കൊടുക്കുന്നു. ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ഏത് സ്വീകരിക്കണമെന്നുള്ളത്. ഇതല്ലാതെ രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ട അവരുടെ മാത്രം വാർത്താ സമ്മേളനങ്ങൾ കൊടുക്കാൻ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകൾക്കാകുമോ? നമ്മൾ എല്ലാവരെയും കൊടുക്കുന്നു. KPCC പ്രസിഡന്റ് കൊടുക്കുന്നു. മാധ്യമങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ശ്രീ രഞ്ജിത്ത് ഒന്ന് ശരിക്കും TV കാണാത്തോണ്ടാണ് ഈ കിഫ്ബി പദ്ധതി. എന്റെ പൊന്നു രഞ്ജിത്ത്, അങ്ങ് TV കാണാത്തോണ്ടാണ്. ഈ കിഫ്ബി പദ്ധതികളെ പറ്റി എത്രയോ വാർത്തകൾ നമ്മൾ കൊടുത്തില്ലേ? ഈ സർക്കാർ നടത്തിയ എന്തൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വാർത്ത കൊടുത്തിട്ടില്ലേ? കോവിഡ് കാലത്ത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി രഞ്ജിത്ത് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കൂടെ അങ്ങോട്ട് കേൾക്കുന്നേ. ഇത് രഞ്ജിത്ത് വെള്ളം വെക്കുന്നത് എന്തിനാ? എല്ലാ ദിവസവും മുഖ്യമന്ത്രി പറയുന്നത് രഞ്ജിത്ത് എങ്ങനെയാണ് കോവിഡ് കാലത്ത് കേട്ടത്? മാധ്യമങ്ങളിലൂടെയല്ലേ. മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും പറയുന്നു വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു സർക്കാർ അങ്ങനെ നിങ്ങൾക്ക് വാഴ്ത്തുപാട്ട് നടത്താനാണോ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്? നിങ്ങൾ രഞ്ജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് രഞ്ജിത്ത്, ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നു, പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം വരുന്നു, KPCC അധ്യക്ഷൻ ഒരു ആരോപണം പറയുന്നു, ഒപ്പം MP രാജേഷ് അതിന് മറുപടി പറയുന്നു, അതിനുശേഷം MV ഗോവിന്ദൻ മാഷ്ട വാർത്ത വരുന്നു, അത് VM സുധീരൻ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുന്നു. അപ്പൊ ആളുകൾക്ക് അവർക്ക് പറയാൻ ഇപ്പൊ രഞ്ജിത്തിന് ഒരു പ്രതികരണം നടത്താൻ ഒരു അവസരം ഞങ്ങൾ തരുമല്ലേ? അത് ഇപ്പം രഞ്ജിത്ത് CPM-ന് അനുകൂലമായി സംസാരിക്കുന്നു. ഉടനെ ആളെ BJP-കാരൊക്കെ എന്നെ വിളിച്ചിട്ട് രഞ്ജിത്തിന് കൂടുതൽ സമയം കൊടുത്തിരിക്കുന്നു, അദ്ദേഹം CPM-കാരനാണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാവരും പറയുന്നതും കൊടുക്കുക എന്നുള്ളതാണ്. പൊതുവേദിയിൽ ഇപ്പോൾ രഞ്ജിത്ത് ഇത് എന്തുകൊണ്ടാണ് കാണുന്നത്? രഞ്ജിത്തിനെ പോലെ CPM-ന് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങളും പറയാം. MV ഗോവിന്ദൻ മാഷ് അതേപോലെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങളെ ക്ഷണിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതിന്റെ പ്രേക്ഷകർക്കും കൂടി കേൾക്കണം എന്നതുകൊണ്ടാണ്. അല്ലാതെ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു എന്നാൽ ഉടനെ അവരെ അങ്ങ് കുറ്റപ്പെടുത്തി കളയാം എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അങ്ങ് മാധ്യമങ്ങൾ രഞ്ജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. രഞ്ജിത്ത്, എന്റെ പൊന്ന് രഞ്ജിത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്ന അങ്ങോട്ട് കേൾക്കുന്നേ. ഞാൻ പറയുന്നത് ഇതാണല്ലോ രഞ്ജിത്ത് ആദ്യം പറഞ്ഞത്. ഈ സർക്കാരിനെ മാത്രമല്ല എല്ലാ സർക്കാരുകളെയും വിമർശിക്കുന്നവരാണ് മാധ്യമങ്ങൾ.
മാധ്യമങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ റോളാണ് വഹിക്കേണ്ടത്. അതാണ് ഒരു മാധ്യമ ചിന്താഗതി. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴ്ത്തുപാട്ടുകൾ നടത്തുന്നവരല്ല, അങ്ങയുടെ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ അങ്ങേയറ്റം പുകഴ്ത്തുന്നവരല്ല. അതിലെപ്പോഴും വിശകലനങ്ങൾക്ക് വിധേയമാക്കുക, ശരി ഏതെന്ന് കണ്ടെത്തുക, അതിന് ജനങ്ങളെ സഹായിക്കുക. ചിലപ്പോൾ മാധ്യമങ്ങൾക്കും തെറ്റുപറ്റാം, വിശകലനങ്ങൾ പാഴായി പോകാം. ഇപ്പൊ ബാർക്കോഴ കേസ് എന്ന് പറഞ്ഞ് കൊണ്ടുപിടിച്ച് നടന്നത് ആരാ? KM മാണിയെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കാൻ വിടാതിരുന്നത് ആരാ? ഇപ്പൊ നിങ്ങളുടെ നിലപാട് മാറിയില്ലേ? അതേപോലെ കാലങ്ങൾക്കനുസരിച്ച് അന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ആ വാർത്ത, നിങ്ങൾ തടയുന്ന വാർത്ത കൊടുത്തിട്ടില്ലേ? അപ്പൊ ഞങ്ങള് എന്തെങ്കിലും അതോ വലിയ കുറ്റം ചെയ്തു എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഈ സർക്കാരാകുമ്പോൾ വിമർശനത്തിന് വിധേയമാകും. ആദ്യം വിമർശിക്കപ്പെടാൻ കൂടി ഉത്തരവാദിത്തപ്പെട്ടവരാണ് സർക്കാർ എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വിമർശനത്തിന് അതീതരാണ് സർക്കാർ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. എന്റെ കാര്യങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ കാര്യങ്ങൾ പറയാനാണല്ലോ ഇതുപോലൊരു അവസരം. മറ്റൊരു മാധ്യമം തരാത്തൊരവസരം ന്യൂസ് 18 നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം ഈ പിണറായി സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ താറടിച്ചു, അതിന്റെ ഇരട്ടി 99 സീറ്റോട് കൂടി ജനങ്ങൾ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പിണറായി വിജയനെതിരെ കൂര വെച്ചു കൊടുത്തു. എത്ര വീടുകളാണ് ആ വാർത്തകൾ എത്ര? അത് എങ്ങനെയാ ശരി? രഞ്ജിത്ത് എങ്ങനെയാ അറിഞ്ഞത്? പാർട്ടി പത്രത്തിലൂടെ മാത്രം വായിച്ചിട്ടാണ് അറിഞ്ഞത്? എല്ലാ മാധ്യമങ്ങളും അത് സംബന്ധിച്ച വാർത്ത കൊടുത്തു. MLA-ക്കെതിരെ കോടതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? എങ്ങനെയാ? മാധ്യമങ്ങളിലൂടെയല്ലേ, അല്ലാണ്ട് കോടതി നിങ്ങളോട് വന്ന് പറഞ്ഞോ ഇങ്ങനെ MLA-ക്കെതിരെ കുറ്റപത്രം കിട്ടിയിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ടെന്ന്? മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് അല്ല എന്റെ പൊന്ന് രഞ്ജിത്ത്, ചെറിയ വാർത്തയൊന്നുമല്ല. ഞാൻ ഇവിടെ നിന്ന് എന്റെ പൊന്ന് രഞ്ജിത്ത് മിനിഞ്ഞാന്ന് വെച്ചു. ഞാനാണ് നടത്തിയത്. ഞാനാണ് മിനിഞ്ഞാന്ന് നടത്തിയത്. ഞാനാണ് നടത്തിയത്. ഞാനാണ് നടത്തിയതെന്ന്. പിന്നെ അതിനപ്പുറത്തെന്ത് മറുപടി പറയണം? ഞാനാണ് ഇവിടെ നിന്ന് 4:30 നടത്തിയത്. അങ്ങനെ ഞാൻ പറയും. ഞാൻ ചെയ്ത കാര്യം എനിക്ക് പറയാൻ എന്താ മടി? ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. എൽദോസ് കുന്നപ്പള്ളി കുടുങ്ങിയോ എന്ന അല്ല ഞാൻ അല്ല രഞ്ജിത്ത് മേലുകാവിന് അങ്ങനെ കച്ചവടം, എന്റെ പൊന്നു രഞ്ജിത്ത്, അങ്ങനെ കച്ചവടം നടത്തി ജീവിക്കേണ്ട ഗതികേടൊന്നും തൽക്കാലം ന്യൂസ് 18 ഇല്ല. ഇത് രഞ്ജിത്തിനല്ല, ഈ രാജ്യത്ത് എല്ലാവർക്കും കോൺഗ്രസിന് വേണ്ടിയൊന്നും കോൺഗ്രസ് അല്ല ആര് കള്ളത്തരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അപ്പൊ മാധ്യമങ്ങളില്ലാത്ത നിങ്ങൾക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന മാധ്യമങ്ങളെ കണ്ട് സ്വപ്നം കണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും സാധ്യമല്ല. വിമർശനങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങൾ അതിജീവിക്കാൻ കഴിയണം. നിങ്ങൾ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള ചർച്ച മിനിഞ്ഞാന്ന് ഇതേ ചാനലിൽ ഇതേ സമയത്ത് ഇവിടെ നിന്ന് ഞാനാണ് നടത്തിയത്. പിന്നെ എന്നോട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് യൂട്യൂബിൽ കിടക്കുന്നു. അതിന്റെ വെർഷൻ ഞാൻ എടുത്ത് കാണിക്കണോ? അപ്പോൾ ശ്രീ രഞ്ജിത്തിനെ പോലുള്ളവർ ദിനം ഈ പരിപാടി കാണണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അദ്ദേഹം മിനിഞ്ഞാന്ന് ഇത് കണ്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എല്ലാവർക്കും മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത്. തർക്കം ഉണ്ടായെങ്കിലും എനിക്ക് താങ്കളോട് വ്യക്തിപരമായ അതിനെ കാണരുത്. തുടർന്നും പൊതുവേദിയിലേക്ക് വിളിക്കണം. മോഹൻദാസ്